ഹോർമുസിൽ ഉടക്കി ഇറാൻ അമേരിക്ക രണ്ടാം ഘട്ട ചർച്ച. ഹോർമുസിലെ നാവിക ഉപരോധം ഇസ്ലാമാബാദ് ചർച്ചയ്ക്ക് തടസ്സമെന്ന് പാകിസ്ഥാൻ സൈനിക മേധാവി ആസിം മുനീർ ട്രംപിനെ അറിയിച്ചതായി റിപ്പോർട്ട്. പാക് സൈനിക മേധാവിയുടെ ഉപദേശം പരിഗണിക്കാമെന്ന് ട്രംപ് പറഞ്ഞതായും ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്തു. MC നാസർ കൂടുതൽ വിവരങ്ങൾ നൽകും. നാസർ, ഇന്ന് നടക്കാനിരുന്ന ചർച്ച കൂടി അനിശ്ചിതത്തിലാകുന്നു എന്ന് വേണ്ടേ ഇതിലൂടെ മനസ്സിലാക്കാൻ? അനീഷ, തീർച്ചയായിട്ടും ചർച്ച സംബന്ധിച്ച ഒരു അനിശ്ചിതത്വം നിലനിൽക്കുന്നുണ്ട്. പക്ഷേ വളരെ തിരക്കിട്ട നയതന്ത്ര നീക്കങ്ങളാണ് മധ്യസ്ഥ രാജ്യങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അമേരിക്കയുമായും ഇറാനുമായും പരോക്ഷ സ്വഭാവത്തിലുള്ള ആശയവിനിമയം തുടരുന്നതായിട്ട് പാകിസ്ഥാനും അതോടൊപ്പം തന്നെ ഈജിപ്ത്, തുർക്കി, സൗദി അറേബ്യ രാജ്യങ്ങളും വ്യക്തമാക്കുന്നുണ്ട്. ഏറ്റവും അവസാനം ലഭ്യമാകുന്ന റിപ്പോർട്ടുകൾ പ്രകാരം പാക് സൈനിക മേധാവി അസീം മുനീർ അല്പം മുമ്പ് ട്രംപുമായി നേരിട്ട് തന്നെ ടെലിഫോണിൽ സംസാരിച്ചിരുന്നു. ഏറ്റവും വലിയ പ്രതിസന്ധിയായി നിലനിൽക്കുന്നത് അമേരിക്ക ഏർപ്പെടുത്തിയ നാവിക ഉപരോധമാണ്. അതേ തുടർന്ന് ഇറാന്റെ ഒരു കപ്പൽ പിടിച്ചടക്കിയ സംഭവം വലിയ തോതിൽ തന്നെ ഈ ചർച്ചയ്ക്ക് പ്രതിസന്ധിയാണ്. അത് മറികടക്കാൻ ചില നീക്കങ്ങൾ നടത്തണമെന്ന് ആസിം മുനീർ മുന്നോട്ട് വെച്ചതായിട്ടാണ് ഇപ്പോൾ റോയിട്ടേഴ്സ് ഉൾപ്പെടെയുള്ള വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് പുറത്തുവിടുന്നത്. എന്തായാലും ട്രംപ് അനുഭാവപൂർവ്വം തന്നെ ഇക്കാര്യം പരിഗണിക്കാമെന്ന് ഉറപ്പ് നൽകിയതായിട്ടുള്ള റിപ്പോർട്ടുകൾ പുറത്തുവരുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ നാവിക ഉപരോധം പിൻവലിക്കുന്നതും ഇറാന്റെ ഈ പിടിച്ചെടുത്ത കപ്പൽ തിരിച്ചു കൊടുക്കുന്നത് സംബന്ധിച്ചൊരു തീരുമാനം വൈകാതെ ഉണ്ടായേക്കുമെന്ന ഒരു പ്രതീക്ഷ ശക്തമാണ്. അങ്ങനെ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും അത് മുൻനിർത്തിക്കൊണ്ട് ഇസ്ലാമാബാദിലേക്കുള്ള ചർച്ചയ്ക്ക് ഇറാൻ സംഘം എത്തിച്ചേരും എന്ന ഒരു വിലയിരുത്തലിലാണ് പൊതുവെ രൂപപ്പെട്ടിരിക്കുന്നത്. ഔദ്യോഗികമായിട്ടുള്ള ഇറാന്റെ സ്ഥിരീകരണവും നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട് തങ്ങളുടെ കൃത്യമായിട്ടുള്ള ചില നിലപാടുകളുണ്ട്. ആ നിലപാടുകളിൽ വിട്ടുവീഴ്ച ചെയ്തുകൊണ്ടുള്ള ഒരു ചർച്ചാ പ്രവർത്തനത്തോട് തങ്ങൾക്ക് താല്പര്യമില്ല എന്നായിരുന്നു. അതിലേറ്റവും പ്രധാനമായിട്ട് ഇറാൻ മുന്നോട്ട് വെച്ചത് ഈ നാവിക ഉപരോധം തുടരുന്ന ഒരു സാഹചര്യത്തിൽ ചർച്ച നടത്തുന്നതിൽ അർത്ഥമില്ല എന്നായിരുന്നു. അപ്പോൾ നാവിക ഉപരോധം അമേരിക്ക പിൻവലിക്കുകയാണെങ്കിൽ അതോടൊപ്പം തന്നെ തികച്ചും അന്യായമായ രീതിയിൽ തങ്ങളുടെ ഒരു കപ്പൽ അമേരിക്ക പിടിച്ചെടുത്തിരിക്കുകയാണ്. ആ കപ്പൽ വേണമെങ്കിൽ തങ്ങൾക്ക് ഇപ്പോൾ തന്നെ മോചിപ്പിക്കാൻ സാധിക്കുമായിരുന്നു. പക്ഷെ അതിൽ കപ്പലിലെ ജീവനക്കാരും അവരുടെ കുടുംബാംഗങ്ങളും കപ്പലിലുണ്ട്. അതുകൊണ്ട് കപ്പലിന് നേരെ ഒരു ആക്രമണം നടത്തുകയോ അല്ലെങ്കിൽ അതിലുള്ള അമേരിക്കൻ സൈനികർക്കെതിരെ നടപടി കൈക്കൊള്ളുക എന്നത് എളുപ്പമല്ല എന്നൊരു വിലയിരുത്തലാണ് ഇപ്പോൾ IRGC എത്തിച്ചേർന്നിരിക്കുന്നത്. IRGC വക്താവ് തന്നെ അക്കാര്യം സ്ഥിരീകരിക്കുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് കുറച്ചുകൂടി കാത്തിരിക്കുക എന്നൊരു തീരുമാനത്തിലാണ് ഇപ്പോൾ ഇറാൻ എത്തിച്ചേർന്നിരിക്കുന്നത്. കാരണം ഇത്തരം നീക്കങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ സമാന രീതിയിൽ തന്നെ അമേരിക്കൻ പടക്കപ്പലുകൾക്കെതിരെ അമേരിക്കയുടെ മറ്റ് കപ്പലുകൾക്കെതിരെ ആക്രമണം അല്ലെങ്കിൽ തിരിച്ചടി നടത്തുമെന്ന് കൂടി ഇറാൻ സേന മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. എന്തായാലും വരും മണിക്കൂറുകൾ നിർണായകമായിരിക്കും. അമേരിക്കയുടെ ഭാഗത്തു നിന്ന് ഈ നാവിക ഉപരോധം പിൻവലിക്കുന്നതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും തീരുമാനം, പ്രഖ്യാപനം ഉണ്ടാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇസ്ലാമാബാദ് ചർച്ച എന്ന അർത്ഥത്തിൽ നടക്കും. പക്ഷെ അപ്പോൾ പോലും പ്രധാന കടമ്പയായി നിൽക്കുന്ന യുറേനിയം സമ്പുഷ്ടീകരണം, അതോടൊപ്പം തന്നെ ബാലിസ്റ്റിക് മിസൈൽ പദ്ധതി, ഹോർമുസിന്റെ മേലുള്ള സമ്പൂർണ്ണ അധികാരം, നഷ്ടപരിഹാരം ഉൾപ്പെടെയുള്ള പ്രധാന വിഷയങ്ങളിൽ ഇപ്പോൾ പോലും ഒരു വ്യക്തതയും എത്തിയിട്ടില്ല. രണ്ടു കൂട്ടരും അവരുടേതായിട്ടുള്ള നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ്. അമേരിക്ക തങ്ങൾ ഉദ്ദേശിക്കുന്ന അതേ ഉപാധികൾ തന്നെ ഇറാൻ അംഗീകരിക്കണം എന്നൊരു നിലപാടിലാണ്. ഒരു നിലക്കും സ്വീകാര്യമല്ല. ഇറാന്റെ താല്പര്യങ്ങളും ഇറാൻ ജനതയുടെ താല്പര്യങ്ങളും മുൻനിർത്തി മാത്രമായിരിക്കും തങ്ങളുടെ നിലപാടുകൾ ഉണ്ടാവുക. നേരത്തെ തങ്ങൾ മുന്നോട്ട് വെച്ച ഉപാധികളിൽ ഒരു വിട്ടുവീഴ്ചയും ഉണ്ടാകില്ല എന്നുകൂടിയാണ് ഏറ്റവും അവസാനമായിട്ട് ഇറാൻ രാഷ്ട്രീയ സൈനിക നേതൃത്വം വ്യക്തമാക്കിയിരിക്കുന്നത്. ഇറാന്റെ ഭാഗത്ത് നിന്ന് നോക്കുമ്പോൾ അവർ വളരെ ക്ലിയർ ആണ്. ഒരേ ഒരു കാര്യം, ഇനി ഒരിക്കലും തങ്ങളുടെ രാജ്യം ആക്രമിക്കപ്പെടില്ല എന്നൊരു ഉറപ്പ് അത് രേഖാമൂലം തന്നെ ലഭിക്കണമെന്ന ആവശ്യമാണ് ഇറാൻ മുന്നോട്ട് വെക്കുന്നത്. ഒരു വെടിനിർത്തൽ കരാർ എന്നൊക്കെ പറയുമ്പോൾ സ്വാഭാവികമായും ഇരു രാജ്യങ്ങളും തമ്മിൽ ഒരു വിശ്വാസ്യതയൊക്കെ വേണം. അത് ഏതാണ്ട് അമേരിക്കയും ഇറാനും തമ്മിൽ അത് നഷ്ടപ്പെട്ടു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെയാണ് കാലങ്ങളായി ഇറാൻ അമേരിക്ക പ്രശ്നം ഒരു ശാശ്വത പരിഹാരം കാണാതെ ഇങ്ങനെ നീണ്ടു പോകുന്നത്. പക്ഷേ ഇതിനു മുമ്പ് ആസിം മുനീർ ഇറാൻ സന്ദർശിക്കുകയും അബ്ബാസ് അറാഖ്ചിയുമായും മസൂദ് പെസിഷ്കിയാനുമായും ഒക്കെ കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തിരുന്നു. അതിലും ഈ നാവിക ഉപരോധം ചർച്ചയായിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ഒരു പക്ഷേ അതാണോ ഇക്കാര്യം പാകിസ്ഥാൻ ഇത് നേരിട്ട് ട്രംപിനെ അറിയിച്ച് ഒരു പരിഹാരം കാണാനുള്ള ഒരു തീരുമാനത്തിലേക്ക് പോകുന്നത്? ഒരു പക്ഷേ കഴിഞ്ഞ തവണ ലബനാനിലൂടെയായിരുന്നു ഈ ചർച്ച അനിശ്ചിതത്തിലായതെങ്കിൽ ഇതിപ്പോൾ അത് നാവിക ഉപരോധത്തിലേക്ക് മാറുകയാണ് എന്നാണോ? അനീഷ, തീർച്ചയായിട്ടും. കാരണം തുടക്കത്തിൽ ലെബനാനിലെ യുദ്ധം അവസാനിപ്പിക്കുക എന്നത് ഇറാൻ അമേരിക്ക കരാറിന്റെ ഭാഗമായിട്ട് ഉണ്ടായിരുന്നു എന്നാണ് പാകിസ്ഥാൻ പോലും വ്യക്തമാക്കിയിരുന്നത്. ഇറാനും അക്കാര്യം സ്ഥിരീകരിക്കുന്നുണ്ട്. പക്ഷേ അമേരിക്ക പറയുന്നത് ഒരിക്കൽ പോലും ഈ ലെബനാൻ യുദ്ധം എന്നത് ഈ ഇറാൻ അമേരിക്ക സംഘർഷവുമായിട്ട് ബന്ധപ്പെടുത്തേണ്ടതില്ല എന്നൊരു വിശദീകരണമായിരുന്നു ട്രംപ് നൽകിയത്. പക്ഷേ സമ്മർദ്ദം മുറുകിയ ഒരു ഘട്ടത്തിലാണ് ഒടുവിൽ 10 ദിവസത്തേക്ക് ലെബനാനിൽ വെടിനിർത്തൽ പ്രഖ്യാപിക്കാൻ ട്രംപ് തന്നെ നേരിട്ട് നെതന്യാഹുവിനോട് ആവശ്യപ്പെടുന്നു. തുടർന്ന് ആ വെടിനിർത്തൽ പ്രാബല്യത്തിൽ വന്ന ഉടനെ തന്നെയാണ് ഹോർമുസ്
ഹോർമസ് കടലിടുക്ക് പൂർണ്ണമായിട്ടും സ്വതന്ത്ര സ്വഭാവത്തിൽ തുറന്നു കൊടുക്കാൻ ഇറാൻ തീരുമാനിച്ചത്. അങ്ങനെയാണ് ഒരുപക്ഷെ സമീപകാലത്ത് ഇത് ആദ്യമായിട്ട് ഒറ്റ ദിവസത്തിനുള്ളിൽ 20 കപ്പലുകളാണ് ഹോർമസ് കടന്ന് മുന്നോട്ട് പോകാനുള്ള ഒരു അവസരം ലഭിച്ചത്. പക്ഷേ തുടർന്നാണ് അമേരിക്കയുടെ വലിയ തോതിലുള്ള ഒരു നാവിക ഉപരോധത്തിലേക്ക് അമേരിക്ക കടക്കുന്നത്. ഇറാൻ തുറമുഖങ്ങളിലേക്കൊന്നും ഒരു കപ്പലും വിട്ടയക്കുകയില്ല, അത്തരം കപ്പലുകൾക്ക് നേരെ തങ്ങൾ സൈനികമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന ഒരു താക്കീത് ഇറാന് നൽകുന്നത്. ഇത് ഇറാനെ പിന്നെ കുറെ കൂടി കടുത്ത നിലപാടിലേക്ക് വരാൻ പ്രേരിപ്പിക്കുകയായിരുന്നു. അതേ തുടർന്നാണ് കാരണം 3 ദിവസത്തോളം ഇസ്ലാമാബാദിൽ പാക് സൈനിക മേധാവി ഇറാൻ നേതൃത്വവുമായിട്ട് ചർച്ച നടത്തി. ആ ചർച്ചകളൊക്കെയും വലിയ തോതിൽ തന്നെ മുന്നോട്ട് പോയിരുന്നു, പുരോഗതി ഉള്ളതായിട്ട് ട്രംപ് പോലും വെളിപ്പെടുത്തിയിരുന്നു. പക്ഷെ ആ സമയത്തിലും പരമാവധി പിന്നെ സമ്മർദ്ദം വർദ്ധിപ്പിക്കുക, അല്ലെങ്കിൽ തങ്ങളുടേതായിട്ടുള്ള ആവശ്യങ്ങൾ യാഥാർത്ഥ്യബോധത്തിന് അപ്പുറത്തേക്കുള്ള ഒരു തലത്തിലേക്ക് കൊണ്ടുപോവുക, എല്ലാ പിന്നെ തങ്ങൾ ഉദ്ദേശിക്കുന്ന ഉപാധികളും ഇറാനെ കൊണ്ട് അംഗീകരിപ്പിക്കുക എന്നൊരു നിലപാടിലേക്ക് അമേരിക്ക മാറുകയായിരുന്നു. ഇത് പിന്നെ വിട്ടുകൊടുത്തു കഴിഞ്ഞാൽ തങ്ങളുടേതായിട്ടുള്ള ഒരു അസ്തിത്വം തന്നെ തകരാറിലാകും, അല്ലെങ്കിൽ അതുപോലും പ്രതിസന്ധിയിലാണ് എന്ന് തിരിച്ചറിഞ്ഞിടത്തു നിന്നാണ് അതേ നാണയത്തിൽ തന്നെ ഒരുപക്ഷെ തിരിച്ചടിക്കാനുള്ള നീക്കത്തിലേക്ക് ഇറാനും എത്തിച്ചേർന്നിരിക്കുന്നത്. അങ്ങനെയാണ് പിന്നെ ഹോർമസ് കടലിടുക്ക് പൂർണ്ണമായിട്ടും അടച്ചിടാനുള്ള തീരുമാനമുണ്ടായത്. ഇന്ത്യയുടേതുൾപ്പെടെ 3 കപ്പലുകൾക്ക് നേരെ ആക്രമണം നടന്ന സംഭവങ്ങൾ അരങ്ങേറി. അതുമാത്രമല്ല, അതുവരെയും ഏറെക്കുറെ ഇറാന്റെ അനുമതിയോടുകൂടി കപ്പലുകൾ പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ പിന്നിട്ട 1-2 ദിവസമായിട്ട് കപ്പലുകളുടെ ഈ സഞ്ചാരം തന്നെ പൂർണ്ണമായിട്ടും തടസ്സപ്പെട്ട അവസ്ഥയിലാണ്. അതിനിടയിലാണ് പ്രകോപനം സൃഷ്ടിക്കുന്നതിന്റെ ഭാഗമായിട്ട് ഇറാന്റെ ഒരു ചരക്ക് കപ്പൽ മുന്നറിയിപ്പ് ലംഘിച്ചു അല്ലെങ്കിൽ ഉപരോധം ലംഘിച്ചു എന്ന് വിശദീകരിച്ചുകൊണ്ട് ഇപ്പം അമേരിക്കയെ പിടിച്ചെടുക്കുകയും തങ്ങളുടെ കസ്റ്റഡിയിൽ വെക്കുകയും ചെയ്തത്. ഇതോടുകൂടിയാണ് ഇനി ഒരു വിട്ടുവീഴ്ചയുടെ ആവശ്യമില്ല, യുദ്ധമെങ്കിൽ യുദ്ധം തുടരട്ടെ എന്നൊരു നീക്കമാണ് തങ്ങൾക്കുള്ളത്, അതാണ് തങ്ങളുടെ സമീപനമെന്ന് ഇറാൻ വ്യക്തമാക്കുകയും ചെയ്തു. അതോടുകൂടിയാണ് ചർച്ച പൂർണ്ണമായിട്ടും വഴിമുട്ടിയത്. അമേരിക്ക, പാകിസ്ഥാൻ ഉൾപ്പെടെ പല രാജ്യങ്ങളും ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ ഉൾപ്പെടെയുള്ളവരുമായിട്ട് ടെലിഫോണിൽ നീണ്ട നേരം സംസാരിച്ചു. പക്ഷെ അപ്പോൾ പോലും ഈ ഉപാധികൾ അംഗീകരിക്കുകയാണെങ്കിൽ, അതായത് പരിധി വിട്ട ആവശ്യങ്ങളിൽ നിന്ന് അമേരിക്ക പിന്മാറണം, മറ്റൊന്ന് ഈ ഹോർമസ് കടലിടുക്കിലുള്ള തങ്ങളുടെ പരമാധികാരം അംഗീകരിച്ചു കിട്ടണം, അതോടൊപ്പം തന്നെ ഈ നാവിക ഉപരോധം പൂർണ്ണമായിട്ടും പിൻവലിക്കണം. ഈ പ്രധാനപ്പെട്ട ആവശ്യങ്ങളാണ് ഇപ്പോൾ ഏറ്റവും അവസാനമായിട്ട് ഇറാൻ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. തങ്ങൾ നേരത്തെ മുന്നോട്ട് സമർപ്പിച്ചിരിക്കുന്ന ആവശ്യങ്ങളിൽ ഇപ്പോൾ പോലും ഉറച്ചു നിൽക്കുന്നതായിട്ടും അല്പം മുമ്പ് സൈനിക രാഷ്ട്രീയ നേതൃത്വം വ്യക്തമാക്കിയിട്ടുണ്ട്. ഇനിയിപ്പം അമേരിക്കയാണ് തീരുമാനം കൈക്കൊള്ളേണ്ടത്. ഈ ചർച്ച മുന്നോട്ട് പോകണമെങ്കിൽ, ഏതെങ്കിലും അർത്ഥത്തിൽ ഒരു ഉപാധിയിലേക്ക് വരണമെങ്കിൽ ആകെയുള്ള ഒരൊറ്റ മാർഗം എന്നത് ഈ നാവിക ഉപരോധം പിൻവലിക്കുക എന്നതാണ്. ആ നാവിക ഉപരോധം അമേരിക്ക പിൻവലിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇസ്ലാമാബാദിൽ നാളെയെങ്കിലും ആ ചർച്ച നടക്കും. 2 ആഴ്ച നീണ്ടു നിൽക്കുന്ന ഈ വെടിനിർത്തൽ കാലപരിധി നാളെ അവസാനിക്കാനിരിക്കെ ഏറ്റവും ചുരുങ്ങിയത് കുറച്ച് സമയത്തേക്ക് കൂടി ആ വെടിനിർത്തൽ നീളുകയും അതിനിടയിൽ ഒരു ചർച്ചയ്ക്കുള്ള കുറെ കൂടി അനുകൂലമായിട്ടുള്ള സാഹചര്യം ഒരുക്കാനാണ് ഇപ്പോൾ മധ്യസ്ഥ രാജ്യങ്ങൾ തുനിയുന്നത്.